BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ജപ്പാനിലെ ഒസാക്കോ എക്സ്പോയിൽ ബഹ്റൈൻ പങ്കാളിയാകും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഗേറ്റ്വേ എന്ന നിലയ്ക്ക് ബഹ്റൈന് പ്രാധാന്യം ലഭിക്കാനും രാജ്യത്തിന്റെ ധന്യമായ സംസ്കാരത്തിലേക്ക് വെളിച്ചം വീശാനും എക്സ്പോയിലെ പങ്കാളിത്തം കാരണമാകും. ലോകത്തേക്ക് തുറക്കുന്ന വാതിൽ എന്ന നിലയ്ക്കാണ് ബഹ്റൈനെ പ്രൊമോട്ട് ചെയ്യുക. 2025 നടക്കുന്ന ഒസാക്കോ എക്സ്പോയിൽ ഇത് 4ാം തവണയാണ് ബഹ്റൈൻ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. 2019 ഷാങ്ഹായിലും 2015 മിലാനോയിലും 2020 ദുബായിലുമാണ് ഇത് നടന്നത്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് ബഹ്റൈനും മാറ്റത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതായി എക്സ്പോ ചുമതലയുള്ള ബഹ്റൈൻ പാരമ്പര്യ സാംസ്കാരിക അതോറിറ്റി CEO ഷൈഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വ്യക്തമാക്കി. അനധികൃതമായി പിടിച്ച 410 കിലോഗ്രാം ചെമ്മീൻ സുപ്രീം കൗൺസിലിലെ മറൈൻ വെൽത്ത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ പിടിച്ചെടുത്തു. ചെമ്മീൻ നിരോധനം ലംഘിച്ച പിടിച്ചതാണിവ. പ്രജനന കാലയളവിൽ ചെമ്മീൻ പിടിക്കുന്നതും വിൽക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. പരിശോധനകൾ ശക്തമാക്കുകയും നിയമലംഘകരെ തടയാൻ കർശനമായ നടപടിക്രമങ്ങൾ നടപ്പാക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. പ്രതികളെ നിയമ നടപടികൾക്കായി അവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്യും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബൊഖോവോ ഗ്രൂപ്പ് കമ്പനിയിലെ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാമ്രിലെ ലേബർ ക്യാമ്പിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഏകദേശം 130 തൊഴിലാളികൾ പങ്കെടുത്തു. മെഡിക്കൽ ചെക്കപ്പും ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും നടന്നു. ഡോക്ടർ സന്തു, ഡോക്ടർ വീണ നാഗരാജ്, ഡോക്ടർ വഹീദ നസീം എന്നിവരും അൽഷിഫ മെഡിക്കൽ സെന്ററിലെ പാരാമെഡിക്കൽ ജീവനക്കാരും ചേർന്ന് ആരോഗ്യ പരിശോധന നടത്തി. തൊഴിലാളികൾക്ക് മെഡിക്കൽ ചെക്കപ്പിന് ശേഷം ഭക്ഷണവും നൽകി. കഴിഞ്ഞ അധ്യയന വർഷത്തെ CBSE 10-12 പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂൾ ആദരിച്ചു. വ്യാഴാഴ്ച നടന്ന വാർഷിക അക്കാദമിക് അവാർഡ് ദാന ചടങ്ങിലായിരുന്നു ആദരം. 2023-24 അധ്യയന വർഷത്തിൽ 10-12 ഗ്രേഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും പ്രിൻസിപ്പലിന്റെ ആദരവ് പട്ടികയിൽ ഉൾപ്പെട്ടവരെയുമായി ഏകദേശം 260 വിദ്യാർത്ഥികളെ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. YK അൽ മൊയ്ദ് ആൻഡ് സൺസ് ഡയറക്ടർ ഹല ഫാറൂഖ് അൽ മൊയ്ദ വിശിഷ്ട അതിഥിയായിരുന്നു. ഇന്ത്യൻ എംബസി അറ്റാഷെ രാജേന്ദ്രകുമാർ മീണ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വഗേസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ്, മിഥുൻ മോഹൻ, ബിജു ജോർജ്, മുഹമ്മദ് നയാസ് ഉല്ല, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രസിഡന്റ് G സതീഷ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവർ സന്നിഹിതരായിരുന്നു. KMCC ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു. KMCC ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പാറപ്പൻപൊയിൽ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷാനിഫ ലത്തീഫ് അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ റസീന നരിക്കുനി മുഖ്യപ്രഭാഷണം നടത്തി. KMCC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇസാഖ്, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി മൂസിന ഖബീർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വനിതാ വിംഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി മൂസിന ഫാസിൽ സ്വാഗതവും ട്രഷറർ സുബൈദ നാസർ നന്ദിയും പറഞ്ഞു. വനിതാ വിംഗ് ഭാരവാഹികളായ ജസീല സഹേർ, നസീമ നസീം, സദീഖ നൌഫൽ, സഹദിയ സാബിദ്, ഖൈർനിസ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. 1.5 കിലോയോളം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 2 പേർ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായി. പാലക്കാട് സ്വദേശി മുഹമ്മദ്, മലപ്പുറം സ്വദേശി മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് കോലാലംപൂരിൽ നിന്നാണ് എത്തിയത്. 535 ഗ്രാം സ്വർണം ഇയാൾ 2 ഗുളികകളുടെ രൂപത്തിലാക്കിയാണ് ഒളിപ്പിച്ചത്. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷാർജയിൽ നിന്നാണ് എത്തിയത്. 4 ഗുളികകളുടെ രൂപത്തിലാക്കിയാണ് ഇയാൾ 953 ഗ്രാം സ്വർണം ഒളിപ്പിച്ചത്. അയൽവാസിയായ വീട്ടമ്മയെ ലൈംഗികമായി അതിക്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കൂട്ടുപാത നെല്ലിക്കാട്ടിരി സ്വദേശി ഫിറോസിനെയാണ് ചാലിശ്ശേരി SI റെനീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് പ്രതി ലൈംഗിക അതിക്രമം കാട്ടിയത്. തുടർന്ന് വീട്ടമ്മ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് പ്രതിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടെ പ്രതി പോലീസിന് അസഭ്യം പറയുകയും ചെയ്തു. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കോടതിയിൽ ഹാജരാക്കി. കളിക്കുന്നതിനിടെ വായിൽ കമ്പ് കുത്തിക്കയറിയ 4 വയസ്സുകാരൻ മരിച്ചു. അരിമ്പുറ കൊടക്കാട് നിസാറിന്റെയും സൗദാബിയുടെയും ഏകമകൻ മുഹമ്മദ് ഷാസിലാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെ കേസെടുത്തു.
ശനിയാഴ്ച വൈകിട്ടായിരുന്നു സഭയോട് ചേർന്ന ഭാഗത്ത് മുറിവേറ്റ നിലയിൽ വൈകിട്ട് 4:00 കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ വൈകിട്ട് 6:00 കുട്ടി മരിക്കുകയായിരുന്നു. കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്നും കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയടയ്ക്കാനും കുന്നംകുളം പോക്സോ കോടതി വിധിച്ചു. പിഴത്തുകയിൽ 1 ലക്ഷം തുക ഇരയ്ക്ക് നൽകാനും വിധിച്ചു. ഞാമരങ്ങോട് മനയിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും, പോക്സോ നിയമപ്രകാരം 10 വർഷം തടവും 50,000 രൂപ, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 1 വർഷം തടവും 50,000 രൂപ പിഴയും വിധിച്ചത്. 2013 കേസിനാസ്പദമായ സംഭവം. 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 9:30 എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലയിലുള്ള 15,423 സ്കൂളുകളിലാണ് വീണ്ടും പഠനാരവമുയരുന്നത്. CBSE, ICSE സിലബസുകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും തിങ്കളാഴ്ച തുറക്കും. 42 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് സംസ്ഥാന സിലബസിലുള്ള സ്കൂളുകളിൽ എത്തുന്നത്. ഇതിൽ 3 ലക്ഷത്തോളം പേർ 1-ാം ക്ലാസ്സിൽ എത്തുന്നവരാണ്. കഴിഞ്ഞ വർഷം 2,98,067 പേരാണ് 1-ാം ക്ലാസ്സിൽ ചേർന്നത്. ജനന നിരക്കിലുണ്ടാകുന്ന കുറവ് 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിലെ എണ്ണത്തിൽ എല്ലാ വർഷവും കുറവ് വരുത്തുന്നുണ്ട്. മഴയുടെ അകമ്പടിയോടെയാണ് ഇത്തവണയും അധ്യയന വർഷം ആരംഭിക്കുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.